ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് എന്ന പരമ്പരയിൽ വേദപുസ്തകത്തിലെ ആദ്യ പഞ്ചഗ്രന്ഥങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള ഭാഗങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായവും ആവർത്തന പുസ്തകത്തിന്റെ അവസാന അധ്യായവുമായ 34-ാം അധ്യായവും വായിക്കുവാൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം ആവർത്തന പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വിശുദ്ധ വാക്യങ്ങൾ വായിക്കുന്നത് കേൾപ്പിക്കും. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 12 വരെ. അനന്തരം മോശെ മോവാബ് സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗാ മുകളിൽ കയറി. യഹോവ ദാൻ വരെ ഗിലെയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിൻ്റെയും മനശ്ശെയുടെയും ദേശവും പടിഞ്ഞാറെ കടൽ വരെ യഹൂദാദേശമൊക്കെയും തെക്കേ ദേശവും ഈന്തനഗരമായ യെരിഹോവിൻ്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാനത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോവുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബേത്പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണു മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞ് വിലപിക്കുന്ന കാലം തികഞ്ഞു. നൂന്റെ മകനായ യോശുവയെ മോശെ കൈവച്ച് അനുഗ്രഹിച്ചതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. എന്നാൽ മിസ്രയീം ദേശത്ത് ഫറവോനോടും അവൻ്റെ സകല ഭൃത്യന്മാരോടും അവൻ്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാണുക മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദ വാക്യങ്ങൾ വായിച്ചു തീരുന്നു.